കവിളിണ തഴുകിയോ നീ. നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്ര പൂവിരിയും നീ കവിളിണ തഴു. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ജന്മദിനം ഒരു പ്രത്യേക ദിനമാണെന്ന് പരാമർശിക്കേണ്ടതില്ലല്ലോ. ഞാനത് സുന്ദരേട്ടനോട് ചോദിച്ചു കഴിഞ്ഞ തവണ എവിടെയാണെന്ന്. അപ്പോൾ ചാലോട് വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത സംഭാവനകളൊക്കെ നമുക്കിപ്പോൾ ഓർമ്മിക്കാം. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. മന്വന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണോമൽ കാർത്തിക നെയ്വിളക്കെരിയുമീ ഏകാന്തയാകാശ്രമം. നാദം ശൂന്യതയും 2 ദിവസം പ്രത്യേക മൂഡിൽ സഞ്ചരിച്ചാൽ ഈ കവിതയിലും വരുമല്ലോ. എന്നെ സംബന്ധിച്ച് പിന്നെ ഞാനും സുധിയേട്ടനും അതുപോലെ തന്നെ ഇപ്പം സുന്ദർ സാറിനെല്ലാം പരിചയപ്പെട്ടത് നമ്മൾ കൊറോണയ്ക്ക് ശേഷം മനുഷ്യന്മാരെല്ലാം ഇപ്പം നിങ്ങളെല്ലാവരും മിണ്ടാണ്ടിരുന്നില്ലേ? പാട്ട് പാടാതെയും ഡാൻസ് കളിക്കാതെ ഒരാളിന്ന് ലോകത്തില്ല. ഏതെങ്കിലും ഒരു കലയിൽ ഇപ്പം പ്രൊഫസർ പറഞ്ഞ പോലെ എല്ലാവരും കയ്യിൽ ഉറങ്ങിക്കിടക്കുന്നു. ഞാൻ വേറെ പാട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു 47 വയസ്സിന് ഉടമയാണ്. അതിന് താഴെയുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളിപ്പോൾ കുടുംബശ്രീ നല്ല ലോൺ എടുത്തിട്ടാണ് ആളുകൾ ടൂർ പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൊറോണ നമുക്ക് നൽകിയൊരു പാടുണ്ട്. അതായത് ഇരിക്കാലി മൃഗം എന്ന മനുഷ്യനെ പറ്റി പറയാം. ഈ ഇരിക്കാലി മൃഗം മറന്നു പോകുന്ന സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അഹങ്കാരം, നമുക്കൊരു ചുറ്റുമുതലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും ഇതെല്ലാം ആൾ മറന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മളിപ്പം കൊറോണ സമയത്താണ് നമ്മളൊരു സംരംഭകനായത്. വീടിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു കൂരയിൽ ഒരു കാറ്ററിംഗ് തുടങ്ങി. അവിടുന്ന് പിന്നെ വീടിന് 10 സെന്റിൽ നമുക്ക് പറയാമല്ലോ. സുധിയാണ്ട് ഇപ്പം ഇത് 3 ഏക്കറക്കകത്താണ്. അദ്ദേഹവും ഞാനും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരേ സമയത്താണ്. അദ്ദേഹം ഒരു പ്രവാസിയാണ്. അതിനെക്കാട്ടി ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം നെയ്ത് കൂട്ടിയിട്ട് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച് ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് അദ്ദേഹം തന്നെ നെയ്ത് കൂട്ടിയ സംഗതികളാണ്. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ ആക്കണം. ഞാൻ എത്രയോ ആ ചെടീൻ്റെ വളർന്ന് ജീവിത അനുഭവങ്ങളില്ല. അപ്പോൾ എന്തെല്ലോ ചെറിയ പ്രയാസവും പരീക്ഷയും കാര്യങ്ങളല്ലേ അവർ ഈ കൂട്ടത്തിലെല്ലാം വന്ന് പരിചയപ്പെടുത്തിയതെല്ലാം കേൾക്കാനും പഴയ ഇപ്പം പ്രൊഫസർ അവന് അത്ര അനുഭവങ്ങളുണ്ട്. സാറ് പറഞ്ഞില്ലേ ഞാൻ അരമണിക്കൂർ ഇരുന്ന് ഇരിക്കുമ്പോൾ എൻ്റെ ടെൻഷൻ കുറഞ്ഞത്, എൻ്റെ ഫോണ് ധനേഷിന് കൊടുക്കുമ്പോൾ എൻ്റെ ടെൻഷൻ കുറഞ്ഞത്. ഒരു ഹോട്ടലിൽ നടത്തുമെന്ന് പറഞ്ഞൊരു വലിയ സാഹസമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വ്യത്യസ്ത ജാതി, വ്യത്യസ്ത മതം, വ്യത്യസ്ത രുചികളിൽ ഒരാളുകളെ ഒരു കേന്ദ്രത്തിലേക്ക് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരാളുകൾ രാവിലെ മുതൽ